ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. ولو كان في الدنيا تدوم لواحدي لكان رسول الله فيها مخلدا. അള്ളാഹു ദുനിയാവിൽ ആർക്കെങ്കിലും എന്നെന്നും ജീവിക്കാൻ അനുവാദം നൽകുമായിരുന്നുവെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ എന്നെന്നും ജീവിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തിൽ നിന്ന് വഫാത്തായിപ്പോയി. നാം എല്ലാവരും വഫാത്താവേണ്ടവരാകുന്നു. ഈ അടുക്ക് മരണപ്പെട്ട ഷെയ്ഖുൽ ജാമിയ മഹാനായ ആലിക്കുട്ടി ഉസ്താദിൻ്റെ ജനാസ നാം എല്ലാവരും കണ്ടവരാണ്. പുഞ്ചിരിച്ച് കിടക്കുന്ന ആ മയ്യത്തിലേക്ക് എല്ലാവരും നോക്കിയവരും കണ്ടവരുമാകുന്നു. എങ്ങനെയാണ് മഹാനായ ഉസ്താദ് അവർക്ക് അത്രയും വലിയ സ്ഥാനം ലഭിച്ചത്? മഹാനവറുകൾക്ക് സുന്നത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തു. അള്ളാഹുവിൻ്റെ ഇൽമു കൊണ്ട് മഹാനവറുകൾ ജീവിച്ചു. അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു. അള്ളാഹുവിന് വേണ്ടി ഒരുപാട് സമ്പാദ്യം നിറവേറ്റി. ഒരുപാട് പരമ്പരകളെ, ശിഷ്യ പരമ്പരകളെ ദീനിൻ്റെ മാർഗത്തിലായി അദ്ദേഹം വാർത്തെടുത്തു. ആലിക്കുട്ടി ഉസ്താദ് വഫാത്തായതുപോലെ മരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ദീനിൻ്റെ വേണ്ടി ചിലവഴിക്കുക, ദീനിൻ്റെ വേണ്ടി ഒരുപാട് പേരെ വാർത്തെടുക്കുക. എന്നാൽ നാളെ മരിച്ചു കിടക്കുമ്പോൾ ആലിക്കുട്ടി ഉസ്താദിൻ്റെ മുഖം പോലെയുള്ള മുഖം കണ്ടു മരിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിൻ്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഉസ്താദിൻ്റെ ദർജയെ അള്ളാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഉസ്താദിനോട് കൂടി അള്ളാഹു നമുക്കും സ്വർഗ്ഗം നസീബാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.